നോക്കാം. ഇന്ന് രാവിലെ ചെറിയ മഴയാണ്. ചുക്ക് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് എസക്കുട്ടി രാത്രിയിൽ 2-3 പ്രാവശ്യം എണീറ്റു. അവർക്ക് അത്ര സുഖമായില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ നല്ല മഴയാണ്. കേട്ടോ പപ്പ പോയിട്ട് വരാം കേട്ടോ. പപ്പ പോയിട്ട് വരാം കേട്ടോ. ഒരു ഉമ്മ നോപ്പിക്ക്. ഉമ്മ വന്നേ. ഉമ്മ ഉമ്മ ഉമ്മ. നിങ്ങൾ എണീക്കും. മണി 9 മണിക്കല്ലേ? മഴയാണ്. പപ്പയ്ക്കും ഡ്യൂട്ടിക്ക് പോകണം. മഴ കുറയുന്ന സമയത്ത് പതുക്കെ സൈക്കിളോട്ടി പോകേണ്ടി വരും കേട്ടോ. കുട്ടി എണീക്ക്. കേട്ടോ. അപ്പം മമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകും. എണീക്ക്. കൊച്ചു പെട്ടെന്ന് എണീറ്റ് റെഡിയാവും. ഇത് കഴിക്കുവാണെങ്കിൽ, ഫുഡ് കഴിക്കുവാണെങ്കിൽ നോക്കട്ടെ. പെട്ടെന്ന് റെഡിയാവ്. പക്ഷെ പെട്ടെന്ന് റെഡിയാവ് കേട്ടോ. അതിനെന്താ അലർജി പോലെ മൊത്തം ഇങ്ങനെ മുഖത്ത് ഇവിടെയും ഉണ്ട്. അതിനെ പറ്റിയത് കൊച്ചിനെല്ലാം കടിച്ചായിരുന്നോ? എനിക്കറിയില്ല. ഇന്നലെ രാത്രി കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇവിടെയും പിന്നെ എന്നിട്ട് ഓക്കെ പപ്പ മമ്മേനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പോയാൽ കയ്യിലും ഇവിടെ കണ്ടു ആ റെഡ് സ്പോട്ടുകളെല്ലാം. കൊച്ചു റെഡിയായി പല്ലൊക്കെ തേച്ച് റെഡിയായി നീക്കുക കേട്ടോ. മമ്മ വന്നിട്ട് എന്തോ കടിച്ചതാ. ബിക്കോസ് ഇവിടെ ഒരു ഹോളുണ്ട്. അത് അതിന്റെ അല്ല. കൊച്ചു മാന്തരുതേ. മുഖത്തെല്ലാം മാന്തി കഴിഞ്ഞാൽ മൊത്തം പാടായിട്ട് കിടക്കും ഇത് കേട്ടോ. ഡ്യൂട്ടി എങ്ങനെയായിരുന്നു? ഫുഡിന്റെ ഗുണം വരുന്നേ. പിള്ളേരെല്ലാം കഴിച്ചിരുന്ന ഇന്നലെ നമ്മള് ഉള്ളിയോടെ കൊണ്ടുപോയിട്ട് മണമാണത്. ഇതാവേ മതി. ഡ്യൂട്ടി എങ്ങനെയായിരുന്നു? ഡ്യൂട്ടി വലിയ കുഴപ്പമില്ലായിരുന്നു. നോർമൽ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാവിലെ ആറായപ്പോഴേക്കും നല്ല രസമായിരുന്നു. ഫുഡിന്റെ അലർജി ആയിരിക്കും. എന്തെങ്കിലും അവൻ കഴിച്ചായിരിക്കും. പള്ളിന്ന് കഴിച്ചിട്ടല്ല, വീട്ടിൽ വെച്ച് കഴിച്ചപ്പോഴാണ് അവന് തുടങ്ങിയത്. ഫസ്റ്റ് അവൻ ആ മുന്തിരി കഴിച്ചില്ല. മറ്റേ കുറെ ഞാൻ വാഷ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? അന്നേരം പിന്നെ കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ നിർത്തിയില്ല. കുറെ ചെയ്യാൻ കണ്ടായിരുന്നോ ഫ്രിഡ്ജിൽ എടുത്ത്? ഞാൻ അവനെ ഒഴുക്ക് പറഞ്ഞില്ലേ? അന്നേരം തൊട്ടാ തുടങ്ങിയത്. പക്ഷെ മുന്തിരി ഒരു കവള് മാത്രമല്ലേ ഉള്ളൂ. അതാണ് എന്തോ ഒരു എനിക്ക് കൺഫ്യൂഷൻ. അതാണോ അതേ വല്ലയിടത്തും വെച്ച് കിടന്നതിന്റെ ആണോ? ഇവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ സൈഡ്. പിന്നെ അവന്റെ കടിച്ചൊന്നല്ലേ? കടിച്ചൊന്നല്ലോ. കടിക്കാനിപ്പോ വയറിലൊക്കെ ഉണ്ടോ? വയറിലുണ്ട്. കാലിലും കണ്ടില്ല. തൊടയിലൊക്കെ ഉണ്ടോ? തൊടയിലും കണ്ടിട്ടില്ല. പക്ഷെ മാന്തി അവിടെ മൊത്തം പൊളിച്ചിരിക്കും. അത് കൂടുതലാവും മാന്തി പൊളിക്കുന്നതും കൂടെയാണ്. ഇത്ര കൈവെള്ളക്കകത്തുണ്ടോ? ഇത് മാന്തി പൊളിച്ചായിരുന്നതാ. കുറച്ച് മാന്താറുണ്ട്. മാന്തിയിട്ടില്ല അതുപോലെ ഇരിക്കുന്നത്. ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഒന്ന് അകത്തോട്ട് കയറുന്നെ. ഈ തൊടയിലുണ്ടോ? നോക്കിയായിരുന്നോ? പിന്നെ ഇത് പിന്നെ അത് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. തപ്പാനുള്ള സമയമുണ്ടോ? ഈ മുഖത്തൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തായിരുന്നോ? ഇപ്പൊ മാന്തി പൊളിക്കുമ്പോ ഇത് വരുകയും ചെയ്യുന്നേ. ഇത് കൂടും. പക്ഷെ ഇത് കയ്യേൽ ഇത് കണ്ടിട്ട് എന്തോ കടിച്ചത്. ഇത് അറഞ്ഞും പുറഞ്ഞും കടിച്ചേക്കുന്ന പോലെ ഇരിക്കുന്നേ. വേദന ഉണ്ടോടാ? എന്തിനാണിങ്ങനെ മാന്തല്ലേ ചോണിക്കുട്ടി? നീ മുഖത്ത് തൂത്തായിരുന്നോ? ബെപ്പാന്തി തൂത്തായിരുന്നോ? അവിടെ കൂടെ വരും. തൂത്തോ? ബെപ്പാന്തി തൂത്തായിരുന്നോ? തൂത്തില്ലേ? പെട്ടെന്ന് തൂത്തിട്ടോ. മഴയായതുകൊണ്ട് ഇവരെ കൊണ്ടുവിട്ടിട്ടോ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിട്ട്. സ്കൂളിലുള്ള ഡോക്ടറിൽ പോകും. പൈനാപ്പിൾ കഴിച്ചു, മുന്തിരി കഴിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് മമ്മയും പപ്പയാ കേട്ടോ. നിങ്ങൾ കൊണ്ടുപോകും. ഇപ്പൊ അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് ഇങ്ങനെ കൊണ്ടു ചെന്നാലും അവര് ഇത് ചെയ്യത്തില്ല. ടൈം എടുക്കും. അത് ഇത്ര നേരം കഴിഞ്ഞിട്ട് മാന്തി പൊളിച്ചു കഴിയുമ്പോ പിന്നെ അത് വരത്തില്ലേ?
ഇവിടെ നോക്കിക്കോളെ. നീ മാന്തരം തൊട്ടോടെ. കൈ മാറ്റിക്കേ, മുഖം പൊക്കി പിടിക്കേ. ചക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ചക്കി കഴിച്ചായിരുന്നോ? ഗ്രേപ്സ് കഴിച്ചായിരുന്നോ? ഇച്ചിരി, പക്ഷെ ആ വാഷ് ചെയ്താണ്. ഇല്ല, ഞാൻ തന്നപ്പോ ഞാൻ വാഷ് ചെയ്തില്ല. നീ വേറെന്തേലും ഫുഡ് വല്ലതും കഴിച്ചായിരുന്നോടാ? ഒരു മുട്ട സാധനം. എന്നാ മുട്ട സാധനം? ഇന്നലെ ചോക്ലേറ്റുകൾ ആരെങ്കിലും കാണാണ്ട് എന്തെങ്കിലും വേറെ വല്ലതും കഴിച്ചായിരുന്നോ? പഴയ ചോക്ലേറ്റ് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, മമ്മ എനിക്ക് തന്നതാ. അത് മാത്രമാണോ കഴിച്ചേ? ജോണിക്കുട്ടി ടീച്ചർ വിളിച്ചു. ജോണിക്കുട്ടിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് ചെറിയൊരു സംശയം. അല്ല, ആകുന്ന സംശയമുണ്ട്. ബിക്കോസ് എനിക്കല്ലെങ്കിൽ ഇന്നലെ വേണമെങ്കിൽ എനിക്ക് തലയിൽ മാത്രം ഇവിടെയും ഉള്ളതാണോ? ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു. ആണോ? അപ്പുറം എനിക്ക് സ്റ്റൂ കണ്ടായിരുന്നു. ടീച്ചറാണെങ്കിൽ കണ്ടപ്പോൾ അപ്പുറം ടീച്ചർ കണ്ടു ഇനിയും ഉണ്ടെന്ന്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വിക്കായിട്ട് പിള്ളേർക്കുള്ളൊരു പാസ്ത തന്നെ കേട്ടോ ഇന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെറിയ ടൊമാറ്റോസ് ആഡ് ചെയ്തിട്ടുണ്ട്, ക്രീമുണ്ട്, പിന്നെ പാഴ്സലി ഇട്ടിട്ടുണ്ട്, ബേക്കൺ കേട്ടോ നോൺ വെജായിട്ട് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുവാണ്. ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ കുറച്ച് ചീസ് സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിനപ്പുറം സ്കൂളിലേക്ക് പാൽ കൊടുത്താണല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് അവൻ ഡേ കെയറിൽ പോയി. അപ്പോൾ ഇത്രയും മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു പെയിൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിവർന്ന് നിൽക്കാൻ പോലും വയ്യ ശരിക്കും പറഞ്ഞു. പാവം വരാൻ വേണ്ടിയിട്ട് ഇനി നോക്കിയിരിക്കുകയാണ്. ഇന്ന് ഉറക്കോ ശരിയായില്ല. നല്ല മഴയാണ് ശരിക്കും പറഞ്ഞാൽ. നൈറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് മൂടി പുതച്ച് കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങാൻ അടിപൊളിയാണ്. പക്ഷേ ഈ പെയിൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ജോൺകുട്ടീനെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടേക്ക് മറ്റേ ഇന്നലെ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് അത്ര കൊതുക് കടിച്ചാലേ അങ്ങനെ വരും. കാരണം നമ്മുടെ പിള്ളേരെ കൊതുക് കടിച്ചു കഴിയുമ്പോൾ ചൊറിഞ്ഞ് കടിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും കടിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ ഇത് വരുന്നത്, ചൊറിഞ്ഞ് തടിച്ചു. പക്ഷെ ഇത് ചിക്കൻ ബോക്സ് അല്ല. സ്കൂളിലെ ടീച്ചർ ചിക്കൻ ബോക്സ് കൺഫ്യൂഷൻ. ഇതാണെങ്കിൽ ഇന്നലെയുള്ളതാണ്. അവിടുത്തെ ചുമ്മാ ഒരു കൊതുക് കടിച്ചത്. എന്നിട്ട് ഇവിടെയും ഉണ്ടാകും. അപ്പുറം എനിക്ക് ഞാൻ എന്നിട്ട് നോർത്തിയിട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് നെക്സ്റ്റ് ഡേയില് കൊറേ വരാൻ തുടങ്ങി. ഇവിടെ നോക്കിയാലും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒത്തിരി ഒന്നുമില്ല. 1, 2, ഒരു 3 ഉള്ളൂ. ചുമന്നിരിക്കണേ ഉള്ളൂ. എന്തോ കടിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ഫുഡിന്റെ അലർജി അല്ലെങ്കിൽ കടിച്ചത്. പക്ഷെ ചിക്കൻ ബോക്സ് അല്ല. എന്നിട്ട് സ്കൂളിൽ പോയപ്പോണെങ്കിൽ മറ്റേ അവരെ കണ്ടേ. അപ്പഴാണെങ്കിൽ അവർ ചോദിച്ചു, അതുപോലെ ക്വസ്റ്റ്യൻ ഞാൻ തന്നു. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കൊറേ കാര്യങ്ങൾ. എന്നിട്ട് ഇത് കണ്ടിട്ട് കൊതുക് അടിച്ചു തന്നെ കേട്ടോ. എന്നിട്ടാണെങ്കിൽ ടീച്ചർ പറഞ്ഞു നിനക്ക് അത് കണ്ടിട്ട് ചിക്കൻ ബോക്സ് ആണ്. ഇംഗ്ലീഷ് കൊണ്ട് പറഞ്ഞില്ല, പക്ഷെ ഫിനിഷ് ഉണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടാണെങ്കിൽ ചിക്കൻ ബോക്സ് പറഞ്ഞപ്പോൾ ആണെങ്കിൽ മത്സ്യം. എന്നിട്ടാണെങ്കിൽ നിങ്ങളെ വിളിച്ചു. ഫസ്റ്റ് മമ്മേനെ വിളിച്ചു. മമ്മ ആൻസർ ഇല്ല. എന്നിട്ട് പപ്പേനെ വിളിച്ചു. അല്ല, ഫസ്റ്റ് പപ്പേനെ. ഫോൺ സൈലന്റ്. മമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു മറ്റേ മമ്മേനെ ഇമ്പിച്ചുണ്ടാക്കും. മമ്മയാണെങ്കിൽ മറ്റേ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. മമ്മയ്ക്ക് പറ്റില്ല. അതുപോലെ ചെയ്തിട്ട് പറ്റിയില്ല. എന്നിട്ട് പപ്പേനെ വിളിച്ചു. പപ്പയാണെങ്കിൽ കിട്ടി. പപ്പയാണെങ്കിൽ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ചൊറിയുന്നുണ്ടോ അതില്? ഭയങ്കര എനിക്ക് ചൊറിയുന്ന. പക്ഷെ എവിടെയൊക്കെ ചൊറിയുന്നേ? ഇവിടെ മറ്റേ ബെപ്പാന്റെയും തൂത്തോടുത്ത് ചൊറിയുന്നില്ലല്ലോ ഇപ്പൊ? ഇല്ല, മാറിയില്ലേ? നാളെ ആകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളൂ. അത് തൊടുമ്പോ തന്നെ എനിക്ക് ഇച്ചിയാവണം. മറ്റേ അലോവേരയുടെ ഒരു സംഭവമായിരുന്നു നമ്മൾ ഈ ഇച്ചിങ്ങിന് തൂക്കുന്നൊരു സാധനം. ഇത് നല്ലതാ. ചക്കിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം അതിന് പോവാണ് അവര്. മമ്മ ഇച്ചിരി ടയേർഡാണ്. നൈറ്റ് ആയിട്ട് സ്കൂൾ കഴിഞ്ഞാൽ പോയേനെ. പക്ഷെ എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ക്ലോറിൻ വെള്ളം ആണെങ്കിൽ ഇന്നലെ സ്വിമ്മിങ് സ്ഥലത്ത് പോയിട്ട് കുടിച്ചു ഫുള്ള്. എന്നിട്ട് വയറുവേനയല്ലേ? ഷോ കഷ്ടം. പിള്ളേർക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ നോൺ വെജ് എന്തെങ്കിലും ആഡ് ചെയ്തെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചെറിയൊരു മീറ്റിൻ്റെ പീസ് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. റാഗി ചേർത്ത് അരച്ചത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത്താഴത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഡയറ്റാന്ന് പറഞ്ഞാലും നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോട്ടീനും ഫുഡും എല്ലാം കറക്റ്റായിട്ട് പ്ലേറ്റിംഗ് ഇത് നോക്കി കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പാലിൽ കുറവ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ.
അപ്പോൾ പക്ഷെ എന്നാലും ഒരിക്കലും ഇപ്പം ഡെലിവറി കഴിഞ്ഞ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വെയിറ്റ് ലോസിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുള്ളൂ. കാരണം നമ്മൾ ഹാപ്പി ആയിട്ട് ബേബിക്ക് മാക്സിമം ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ ബേബിക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ആ ഒരു സമയത്ത് നമ്മുടെ ഒരു കൺസേൺ. നമ്മുടെ ഹെൽത്ത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളേ ഉള്ളൂ. കാരണം ഇത് നാച്ചുറലി ഒരു 1 ഇയർ കഴിയുമ്പം എങ്ങനെ വന്നാലും കുറയും ഹോർമോൺസിൻ്റെ ഒരു ഇതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഇച്ചിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടുമ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നിട്ട് എന്താ ഇത്രയും കാലമായിട്ടും കുറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏജ് കുറച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസത്തിലൊക്കെ ഇച്ചിരി വ്യത്യാസം വരുമല്ലോ, ഹോർമോൺസിലൊക്കെ വ്യത്യാസം വരുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയട്ടെ, നമുക്ക് പണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെല്ലാം കുഞ്ഞുങ്ങളായതുകൊണ്ട് എല്ലാവരുടെയും കാര്യത്തിന് ഞാൻ തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം കയ്യെത്തും ദൂരത്ത് 3-4 പേരുള്ളതുകൊണ്ട് എല്ലാവരും ഓടിക്കുക. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും, അനങ്ങാണ്ടിരിക്കണോണ്ടായിരിക്കും ഇച്ചിരിയൊക്കെ അനങ്ങുന്നുള്ളൂ. പണ്ട് അനങ്ങിക്കൊണ്ടിരുന്ന അത്രയൊന്നുമില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കുറയാത്ത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഫീഡിങ്ങിൻ്റെ സമയത്ത് വിശപ്പ് ഭയങ്കര കൂടുതലാവുമ്പം പിന്നെ നമ്മുടെ ഒരു മൂഡൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻജോയ് ചെയ്ത് ഈറ്റ് ചെയ്യുകയാണ്. സോ വിഷമം കൊണ്ട് കഴിക്കുന്നതല്ല. അങ്ങനെ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാൻ കാരണം. എന്തായാലും നമ്മൾ ഈ പ്രോസസ്സിങ്ങിലൂടെ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇത്ര പെയിൻ വന്നപ്പോൾ എനിക്ക് പറയണം തോന്നിയൊരു കാര്യമാണ് പാലിനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മളങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ സ്ട്രെസ് അടിക്കുമ്പോഴാണല്ലോ പ്രൊഡക്ഷനൊക്കെ ഒത്തിരി കുറയല. സെയിം ഇന്നലത്തെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോയും പിന്നെ മാക്സിമം സാലഡും അതാട്ടോ നമ്മുടെ ലഞ്ച്. കേറ്റ്ലിൻ്റെ ഫ്രണ്ട് അല്ലേ, കേറ്റ്ലിൻ്റെ ഫ്രണ്ട്. ചക്കിക്ക് ഇപ്പം ഇഷ്ടപ്പെടുകയല്ല മമ്മ ചക്കി. ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? എന്താ കളിക്കുന്നത് നിങ്ങൾ? ഓഹോ, നൈസ്, എൻജോയ്, ബൈ. ബേക്കറിന്ന് എസക്കുട്ടിനെ കൊണ്ടുവരാൻ വന്ന മാളുവിനായിട്ടാ വന്നേ. മാളുവിനെ കണ്ടത് എസക്കുട്ടി നോക്കി സന്തോഷം. പോട്ടോ. അപ്പൊ ഉമ്മ അമ്മ എന്തിയെ? അമ്മ എന്തി മോനെ? എന്താ പറഞ്ഞ? എന്താ ആണോ? ഓക്കെ. എസക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു ചക്കര? തുള്ളണേ എന്തിനാന്നൊന്നും പറയോ? കുഞ്ഞു കൊച്ചു എന്തിനാ തുള്ളണേ? ഇത് ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനും തട്ടിത്തെറിപ്പിക്കുക. 1 at a time എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫ്രണ്ട് വയ്ക്കും, തിന്ന് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഇത് മുമ്പിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് അത്ര കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് മാറ്റി വെക്കണം, കാണുന്ന മാത്രം കഴിക്കുന്ന പോലെ. എങ്ങനെയുണ്ട് ചോറുകുട്ടി? എങ്ങനെയുണ്ട് മാളു? അല്ല, എന്തൊക്കെ ചെയ്യൂന്ന് പറയാവോ? എന്തൊക്കെ ചെയ്യും ഇത് വെച്ചിട്ട്? തലയിൽ തേച്ച് വെച്ചേക്കണോ നോക്ക്. നമുക്കൊക്കെ ഇതിന് മേളിലൊരു പ്ലേറ്റ് വെച്ച് ഓർക്കുന്നുണ്ട്, ഒരു ഗ്രിപ്പുള്ള പ്ലേറ്റ് നമ്മൾ അസുക്കുട്ടിക്ക് മേടിച്ച് ഓർക്കണ്ടോ? ഇതിൽ വെക്കാൻ ഫസ്റ്റ് ഇടാതെ തട്ടിക്കളഞ്ഞു. കഴിക്കട്ടെ മോനെ, കഴിക്കുമ്പോൾ കളിപ്പിക്കാൻ പാടില്ല. കഴിച്ച് മാള് ഫുഡ് കഴിച്ചത് കഴിച്ച് എടുത്താ വാഷിനോടുത്ത് ചെറിയ വെള്ള നല്ല വാമായിട്ട് നൈറ്റ് കഴിഞ്ഞ് പൊതച്ചു കൂടി കിടക്കുമ്പോൾ നല്ലതല്ലേ മാളു? വീക്കെൻഡില് വീടിന്റെ അകത്തോ നല്ലതാ. പക്ഷെ സ്കൂളിൽ പോണ സമയം കുട്ടി ഇഷ്ടമില്ല, എസ്പെഷ്യലി തിരിച്ചു വരാൻ സമയം പോണ സമയം. അതെ, താങ്ക് യു ജോൺകുട്ടി. യെസ്. ഇത് എന്നെ ഇവിടെ സൈക്കിൾ വിട്ടുവാണോ? ഇതിനടിയിലോടെ ഇരുന്നോണ്ട് ഇങ്ങനെ ചവിട്ടി ഇത് ചെയ്യും.